വന്ന് ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാണണം. ഇതൊക്കെ ഇളകി പോവുകയാണ് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. കുടം വേറെ ഒന്നും കിട്ടിയില്ല, കുടമാണ് എടുത്ത് തള്ളിക്കയറ്റി വെച്ചിരിക്കുന്നത്. മൂടടിച്ച് പോവും. ലാസ്റ്റ് 1, 2 ഒന്നും നടക്കൂല മുട്ടിക്കൂടി. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും റീസൺ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഗ്ലൂട്ടിൽ പെയിൻ വരുമ്പോൾ മെയിനായിട്ട് സിയാറ്റിക്ക ഇഷ്യൂ ആണ് കണ്ടുവരുന്നത് എല്ലാവരിലും. ഗ്ലൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് മസിലാണ്. ഒരുപാട് മസിൽ ഗ്രൂപ്പുണ്ട്. അതിലൊന്നാണ് പെരിഫോമിസ് എന്ന് പറയുന്നത്. പെരിഫോമിസിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് സിയാറ്റിക് നെർവ് പോകുന്നത്. അപ്പോൾ സിയാറ്റിക് നെർവിന് കംപ്രഷൻ പെരിഫോമിസിലൂടെ വരുമ്പോഴാണ് ചിലവർക്ക് സിയാറ്റിക്ക എന്ന് പറയുന്ന ഒരു റേഡിയേറ്റിംഗ് പെയിൻ ബട്ടക്സിലോട്ട് ഉണ്ടാകുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. 2 എടുത്ത് വെച്ചിട്ടുണ്ട് കുടം. ഇത് പോയി കഴിയുമ്പോൾ എന്താകുമെന്നൊന്നും കാണിക്കുന്നില്ല. എങ്ങനെ ഇരിക്കും, ഇങ്ങനെ നടക്കും, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മാറാനാണെങ്കിൽ ഒരുപാട് വേറെ വഴികളുണ്ട്. പ്രോപ്പറായിട്ട് ഹൈജീനായിട്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇത് ഫയർ വാക്യൂമാണ്. ഫയർ വാക്യൂമൊക്കെ ഈ കുടം പഴിപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും പൊള്ളിപ്പോവും എല്ലാം കൂടെ. പിന്നെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലെയുള്ള അൺഎത്തിക്കലായിട്ടുള്ള പരിപാടി ആരും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് നേരെ ചൊവ്വേ ട്രഡീഷണലായിട്ടും അതുപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ടും ഒരുപാട് വേറെ മെത്തേഡ്സ് ഉണ്ട് കപ്പിംഗ് തെറാപ്പിയിൽ തന്നെ. അല്ലാതെ ഇത് ട്രൈ ചെയ്ത് ഉള്ളതും കൂടി കളയല്ലേ അണ്ണാ, അത്രേ പറയാവുള്ളൂ. ഓക്കെ, താങ്ക് യു.